അടുത്തതാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ്. എന്താണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് ടാർഗറ്റിംഗ് ഇൻവോൾവ്സ് ഇവാലുവേറ്റിംഗ് ഐഡൻറ്റിഫൈഡ് സെഗ്മെൻറ്റ്സ് ആൻഡ് സെലക്ടിംഗ് വിച്ച് വൺ ടു സെർവ് ബേസ്ഡ് ഓൺ ദെയർ അട്രാക്റ്റീവ്നെസ് ആൻഡ് അലൈൻമെൻറ്റ് വിത്ത് ഓർഗനൈസേഷണൽ ക്യാപ്പബിലിറ്റീസ്. അതായത് നമ്മൾ കുറേ സെഗ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതായത് നമ്മൾ ഓരോ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള നീഡ്സും ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എൻറ്റയർ മാർക്കറ്റിന് ഓരോ സെഗ്മെൻറ്റ്സ് ആയിട്ട് മാറ്റുകയാണ്. അപ്പോൾ അതിൽ ഏത് സെഗ്മെൻറ്റിന് വേണം നമ്മൾ ഏത് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഓരോ സെഗ്മെൻറ്റിനും ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഫോക്കസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെഗ്മെൻറ്റ് സൈസ്, ഗ്രോത്ത് പ്രോസ്പെക്ട്സ്, സ്ട്രക്ചർ അട്രാക്റ്റീവ്നെസ്, പ്രോഫിറ്റബിലിറ്റി, കമ്പനി ഒബ്ജക്റ്റീവ്, അവൈലബിൾ റിസോഴ്സസ്, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്, പൊസിഷനിങ് ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടാർഗറ്റ് ചെയ്യുന്നത്, മാർക്കറ്റ്സിനെ ടാർഗറ്റ് ചെയ്യുന്നത്. അടുത്ത് വരുന്നതാണ് ടാർഗറ്റിംഗ് സ്ട്രാറ്റജീസ്. ടാർഗറ്റിംഗ് സ്ട്രാറ്റജീസിൽ ഫസ്റ്റ് വരുന്നതാണ് അൺഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ്. അൺഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻറ്റയർ മാർക്കറ്റിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കുകയാണ്. നമ്മൾ അവിടെ സെഗ്മെൻറ്റ്സ്, ഡിഫറൻസസ്, ഐഡൻറ്റിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെഗ്മെൻ്റ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല, ഫുൾ എൻറ്റയർ മാർക്കറ്റിന് വേണ്ടിയിട്ട്, എൻറ്റയർ മാർക്കറ്റിന് വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്ത് എൻറ്റയർ മാർക്കറ്റിനെ ഫോക്കസ് ചെയ്ത് നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കുന്നതിനെയാണ്, മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്താണ് ഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ്. ഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഓഫറിങ്സ് ഫോർ മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സ് വിത്ത് ടൈലേർഡ് മാർക്കറ്റിംഗ് മിക്സ്. സെയിം പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും, പക്ഷേ ആ സെയിം പ്രൊഡക്റ്റ് നമ്മൾ ഓരോ സെഗ്മെൻറ്റ്സിന് വേണ്ടിയിട്ടും ഓരോ രീതിയിൽ നമ്മൾ ഇറക്കുകയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോർലിക്സ്, ജൂനിയർ ഹോർലിക്സ് എന്ന് പറയുന്നത് ആരിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അതായത് കുട്ടികളിനെ ഫോക്കസ് ചെയ്ത് ഇറക്കുന്ന ആ ഒരു പ്രൊഡക്റ്റാണ് ജൂനിയർ ഹോർലിക്സ് എന്ന് പറഞ്ഞത്. പിന്നെ വിമൻസ് ഹോർലിക്സ് ഉണ്ട്, അതായത് വിമൻസ് ഗ്രൂപ്പ് ഓഫ് വിമൻസിനെ അല്ലെങ്കിൽ ആ സെഗ്മെൻറ്റിനെ ഫോക്കസ് ചെയ്ത് വിമൻ സെഗ്മെൻറ്റിനെ ഫോക്കസ് ചെയ്ത് ഇറക്കുന്നതാണ് വിമൻസ് ഹോർലിക്സ്. അപ്പോൾ അങ്ങനെ സെയിം പ്രൊഡക്റ്റ് തന്നെ ഡിഫറെൻറ്റ് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സിന് വേണ്ടി അവരുടേതായിട്ടുള്ള ആസ്പെക്ട്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇറക്കുകയാണ്. അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ ഇറക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുക. അടുത്തതാണ് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ്. എന്താ കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സെഗ്മെൻറ്റിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലക്ഷറിയസ് ആയിട്ടുള്ള കാറ് അല്ലെങ്കിൽ ലക്ഷറീസ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾക്ക് നമ്മൾ റിച്ച് ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇറക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോക്കസ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ സെഗ്മെൻറ്റിനെ മാത്രം അവർക്ക് വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കി അവരെ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതാണ് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ്. അടുത്തത് മൈക്രോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം കസ്റ്റമൈസേഷൻ ഫോർ ഇൻഡിവിജ്വൽസ് ഓർ സ്പെസിഫിക് ലൊക്കേഷൻ. അതൊരു സ്പെസിഫിക് ലൊക്കേഷനോ അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇൻഡിവിജ്വൽസിനോ നമ്മൾ അത്രയും കസ്റ്റമൈസ് ചെയ്തിട്ട് അവരിനെ ഫോക്കസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് എന്ത്, മൈക്രോ മാർക്കറ്റിംഗ്. അടുത്താണ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. എന്താണ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ, ഡിഫറൻസിയേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡിസ്റ്റിങ്ക്വിഷിംഗ് എ പ്രൊഡക്റ്റ് ഓർ ബ്രാൻഡ് ഫ്രം കോമ്പറ്റേറ്റേഴ്സ് ബൈ ക്രിയേറ്റിംഗ് യുണീക്ക് വാല്യൂ പ്രൊപ്പോസിഷൻ ദാറ്റ് മാറ്റേഴ്സ് ടു ടാർഗറ്റ് കസ്റ്റമേഴ്സ്. അതായത് നമ്മളുടെ പ്രൊഡക്റ്റ് കോമ്പറ്റേറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമായി നിർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സോപ്പ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോപ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ കമ്പനി ഇറക്കുന്നത് സോപ്പ് തന്നെയാണ്. അപ്പോൾ ആ ഓരോ കമ്പനിനെയും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ കമ്പനിയുടെ ബ്രാൻഡ് നെയിം അനുസരിച്ചിട്ടാണ് അല്ലേ. അതായത് ഇപ്പോൾ കുറേ ബ്രാൻഡ്സ് ഉണ്ട്, അപ്പോൾ നമ്മൾ മറ്റേ കമ്പനിയുടെ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് എങ്ങനെ വ്യത്യസ്തമായിട്ട് നിർത്താം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. അത് എന്തായിരിക്കാം, യുണീക്കായിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആയിരിക്കാം. മറ്റേ കമ്പനി അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് കമ്പനീനെ അനുസരിച്ച് അല്ലെങ്കിൽ അവരിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഉള്ള എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുള്ള പോസിറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തെങ്കിലും ആയിരിക്കാം, എന്ത് വേണമെങ്കിലാവും ഈ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഡക്റ്റിനെ കോമ്പറ്റേറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്നതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്.
അടുത്താണ് വൈ ഡിഫറൻസിയേഷൻ മാറ്റേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡിഫറൻസിയേഷൻ മെയിൻ ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഡിഫറൻസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളുടെ പ്രൊഡക്റ്റിനെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്താൻ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറേ പ്രൊഡക്റ്റ് കണ്ടാൽ അതിന്ന് നമ്മുടെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും, നമുക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ നമ്മളുടെ പ്രൊഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടും, ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും, കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റ് വ്യത്യസ്തമായി നിർത്താൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് എന്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്, ഡിഫറൻസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് എന്താ പറയുന്നത്, സോഴ്സസ് ഓഫ് ഡിഫറൻസിയേഷൻ. എന്തൊക്കെ രീതിയിൽ നമുക്ക് ഡിഫറൻസിയേഷൻ നടത്താം. ബ്രാൻഡ്സ് ക്യാൻ ഡിഫറൻഷിയേറ്റ് ത്രൂ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സിൽ മാറ്റം കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസിയേഷൻ നടത്താം. അല്ലെങ്കിൽ സർവീസ് ക്വാളിറ്റി, അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പെർട്ടൈസ്, ചാനൽ ആക്സസ് ഓർ ഇമേജ് പെർസെപ്ഷൻ. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, പ്രൊഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഫീച്ചേഴ്സിലാവാം, അല്ലെങ്കിൽ നമ്മൾ സർവീസ് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റിയിലാവാം, അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പെർട്ടൈസിലാവാം, ചാനൽ ആക്സസിലാവാം, ഇമേജ് പെർസെപ്ഷനിലാവാം. അപ്പോൾ എങ്ങനത്തെ രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറയുന്നുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റിനെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഇതിലേതാണ് നല്ല പ്രൊഡക്റ്റ് എന്നുള്ളതിൽ, അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലത് എന്നുള്ളത് കസ്റ്റമേഴ്സ് ചൂസ് ചെയ്ത് അതിനായിട്ടുള്ള അവർക്ക് തോന്നുന്ന, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട, അവരുടെ മോസ്റ്റ് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് അവരെന്ത് ചെയ്യാണ്, ചൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് വഴി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിന് നമ്മുടെ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി, ഡിസൈൻ, അത് ഇത്രയും കാര്യങ്ങൾ പ്രൊഡക്റ്റിനെ മാറ്റം വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പെർഫോമൻസ് വെച്ചിട്ട്, ഫീച്ചേഴ്സ് വെച്ചിട്ട്, ഡ്യൂറബിലിറ്റി വെച്ചിട്ട്, ഡിസൈൻ വെച്ചിട്ട്. സെയിം സംഭവം തന്നെ അവരുടെ ഡിസൈൻ, കോമ്പറ്റീറ്റേഴ്സിൻ്റെ കമ്പനിയുടെ അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ഡിസൈൻ അല്ലാതെ നമുക്ക് വേറെ ഡിസൈൻ വെച്ചിട്ടും ചെയ്യാം. അടുത്തത് സർവീസസിൽ നമുക്ക് മാറ്റം വരുത്താം. അതായത് ഡെലിവറി, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആയിട്ടുള്ള ഡെലിവറി, ഇൻസ്റ്റാളേഷൻ, ട്രെയിനിങ്, സപ്പോർട്ട്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറയുന്നുണ്ട്, പ്രൊഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അടുത്തത് ഇമേജ്, അതായത് സിംബൽസ്, അറ്റ്മോസ്ഫിയർ, ഇവൻറ്റ്സ്, മീഡിയ, ഇങ്ങനത്തെയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറയുന്നുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റിനെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്.